നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, അവിടെ വെച്ചോ. ഏട്ടാ വണ്ടി എന്തേ? അതിന് ചെറിയൊരു കംപ്ലൈന്റ് വർക്ക്ഷോപ്പിലാ. എണ്ണ ചായ വേണോ? ആ ഉണ്ടെങ്കിൽ എടുത്തോ. ഉണ്ടാക്കി തരാട്ടാ. വിച്ചുമോന് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ? ഇല്ല, ചെറിയ പനിയും ചുമയുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് സിറപ്പ് എടുത്ത് കൊടുത്തപ്പോ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉറങ്ങുവാ. മോന്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട്. പണ്ടത്തെ പോലെ അവനെ നോക്കാൻ പറ്റാതെ അവളെ തന്നെ ഏൽപ്പിക്കേണ്ടി വരുമെന്നാ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ചാൽ കൊടുത്തേക്ക് ഇന്ദിര. അങ്ങനെയാകുമ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ നിനക്ക് മോനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയും ചെയ്യാലോ. എന്റെ ചെകിടത്ത് അവളെ അടിച്ചതിന്റെ ദേഷ്യവും വിഷമമൊക്കെ നീ എപ്പോഴേക്കും മറക്കുകയും ചെയ്യും. എന്റെ അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? വിച്ചുമോന് ഒരു കാലത്തും അവൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ അവനെങ്കിലും വേണ്ടേ? ശ്യാമിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലായത് പിന്നെ സോനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥയാണ്. പ്രതിഭയോട് പിന്നെ മോനെ നോക്കണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ ബെഡ്റൂം പ്രശ്നം ഉണ്ടായതിനു ശേഷം എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ മടിയാണ്. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട ഇന്ദിര. കുറച്ചു നാളത്തേക്ക് നീ ഇനി അവളുടെ മുഖം കാണേണ്ടി വരില്ല. ഞാൻ അവളെ അവളുടെ വീട്ടിലേക്ക് അയച്ചു. വീട്ടിലേക്ക് അയച്ചെന്നോ? എന്തിന്? എടാ, അവളിവിടെ ഉണ്ടെങ്കിലല്ലേ കിടക്കുന്ന മുറിയുടെ തർക്കം ഉണ്ടാവൂ. അതുകൊണ്ട് കുറച്ചു ദിവസം അവളവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് ഞാനിങ്ങ് തീരുമാനിച്ചു. അമ്മേ, പിന്നെ ഇനി നിന്റെ മുറി നിനക്കും വിച്ചുമോനും ഉപയോഗിക്കാം. സത്യന്റെ പഴയ മുറി തന്നെ ഉപയോഗിക്കാമല്ലോ. എന്റെ അമ്മ വീണ്ടും കുഴപ്പങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു കുഴപ്പമില്ല, വരുന്നുണ്ട്. നീ അവിടെ വരയ്ക്കാം. ശ്യാമിന്റെ അച്ഛനപ്പം എങ്ങനെയുണ്ട് സോനെ? നീ പോയിരുന്നോ? പോയിരുന്നു ഏട്ടാ. അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോണെന്ന് വാശി പിടിച്ചോണ്ടിരിക്കുക. പണ്ടേ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റും മറ്റും അവിടെ ആയിരുന്നല്ലോ. ഇവിടുത്തെ ഹോസ്പിറ്റലിലെയും ഡോക്ടേഴ്സിനും ഒന്നും വിശ്വാസമില്ലാത്ത മട്ടില പുള്ളിക്കാരന്റെ സംസാരം. അതിന് ഹൈദരാബാദിൽ വല്ലതും ബാക്കിയുണ്ടോ? അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അവിടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കാന്നാ പറഞ്ഞേ. അതൊഴിപ്പിച്ചിട്ട് ഇനിയുള്ള കാലം അവിടെ കഴിയണമെന്നൊക്കെ ശ്യാമനോട് പറയുന്ന കേട്ടു.
ആ നീ ഒരു 4-5 ലക്ഷം രൂപ കരുതി വെച്ചോ ഇന്ദിര. അച്ഛനെ ഹൈദരാബാദിൽ കൊണ്ടുപോയി കുടിയിരുത്താൻ അളിയൻ നിന്നോട് കടം ചോദിക്കാൻ ഇടയുണ്ട്. ശ്യാമേട്ടന് ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇനി അഥവാ കടം വാങ്ങേണ്ടി വന്നാലും തിരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി ശ്യാമേട്ടനുണ്ട്. അതൊക്കെ വിട്. ശ്യാം ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? നാളെ ഞാൻ പോയെന്ന് നോക്കാം. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു. നമ്മുടെ ദയ ഒരു കെണിയിൽ പെട്ടു. കെണിയിലോ? എന്ത് കെണിയിലോ? ഇപ്പൊ അവള് മെന്റൽ ഹോസ്പിറ്റലിലാന്നാ കേട്ടത്. കഷ്ടം. ഇതിലെല്ലാം നമ്മുടെ അമ്മയ്ക്ക് ഒരു പങ്കുണ്ട് ഇന്ദിരേട്ടാ. ഈ അമ്മ ദയയെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശബരിയുടെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു. അതറിഞ്ഞ സമനില തെറ്റിയ പോലെ അവൾ ഇവിടെയും വന്നിരുന്നു. ഇതിന്റെ പേരിൽ ശബരിയേട്ടന്റെ വീട്ടുകാരെന്നെ ഇറക്കി വിട്ട. എന്റെ മോനെയും കൊണ്ട് ഞാൻ പോയി നിങ്ങളുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും. അന്ന് നിങ്ങളെ എല്ലാവരും വാഴ്ത്തും. നിങ്ങളുടെ മക്കളടക്കം എല്ലാവരും നിങ്ങളെ വാഴ്ത്തും. എനിക്ക് പകരം ചോദിക്കാൻ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യും. അല്ല, ഞാൻ അവിടെ പോയി പറഞ്ഞതും അവളെ പോലീസ് പിടിച്ചതും മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചതും തമ്മിൽ എന്താ ബന്ധം? അല്ല, നിങ്ങളുടെ നോട്ടം കണ്ട ഞാനെന്തോ അപരാധം ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ പണ്ട് അവള് ചെയ്തു കൂട്ടിയതിന്റെ ശിക്ഷയാ. അതെ, എവിടെയെങ്കിലും എന്തെങ്കിലും പുകയെന്ന് കണ്ടാ ഉടനെ അവിടെ ചെന്ന് ഊതി കത്തിച്ചേക്കണം. അതിനാണല്ലോ ദൈവം അമ്മയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനുള്ള തിരിച്ചടി എന്തെങ്കിലും അമ്മയ്ക്ക് കിട്ടാതിരിക്കില്ല. എടി,